26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഈ പശ്ചിമേഷ്യ എന്ന് പറയുന്ന മേഖലയിലെ ഏറ്റവും സുസ്ഥിരതയുള്ള ഒരു പ്രദേശമായിരുന്നു ഗൾഫ്. ഈ ഗൾഫ് റീജിയൻ കാര്യമായ സംഘർഷമില്ല, വികസനത്തിന്റെ കാര്യത്തിൽ വലിയ കുതിപ്പ് നടത്തിയിട്ടുള്ള മേഖലയാണ്. ഏറെക്കുറെ സമാധാനപരമായിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളും വലിയ സൈനിക സംഘർഷങ്ങളും ഒന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ 1991 കുവൈറ്റ് ആക്രമണം മാത്രമാണ് പെട്ടെന്ന് ആ മേഖലയുടെ സന്തുലിതാവസ്ഥ തകർത്ത ഒരു സംഭവം. പക്ഷെ നിലവിലുള്ള സംഘർഷം സകല മാനങ്ങളും കഴിഞ്ഞു പോയിരിക്കുന്നു. പിടിവിട്ടുപോയി എന്ന് പറയുന്നതിൽ ഒട്ടും അത്ഭുതമില്ല. ആ മേഖല മുഴുവനും സംഘർഷത്തിൽ അമർന്നു കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽപാതയായി നിലനിർത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ആശങ്ക നിലനിൽക്കുകയാണ്. ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഇടുങ്ങിയ കപ്പൽപാതയിൽ അവരുടെ നിയന്ത്രണം നിലനിർത്താൻ സാധിക്കും. ഇത് 1979 മുതൽ ഡെമോക്രസിന്റെ വാള് പോലെ ഗൾഫ് രാജ്യങ്ങളുടെ തലയ്ക്ക് മേലെ നിന്ന ഒരു പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ അത് ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ശീതയുദ്ധവും അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അപ്പോൾ 80കളിലെല്ലാം ഈ പ്രദേശത്തെ പേർഷ്യൻ ഗൾഫ് എന്ന് വിളിക്കുന്നതിനെതിരെ സൗദി അറേബ്യ കടലിനെ റീനെയിം ചെയ്യുകയും അറബ് ഗൾഫ് എന്ന് പറയുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങളുടെ പല ലിറ്ററേച്ചറിലും അറബ് ഗൾഫ് എന്നാണ് വരിക. ഇറാനാകട്ടെ പേർഷ്യൻ ഗൾഫ് എന്നുള്ള പഴയ വാക്ക് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിലൊരു കൺസെൻസസ് വന്നിട്ടാണ് ഇപ്പോൾ പേർഷ്യൻ ഗൾഫും അറബ് ഗൾഫും എടുത്തു മാറ്റി ഗൾഫ് എന്ന് മാത്രം ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഒരു പാരമ്പര്യം അവിടെയുണ്ട്. ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന് നിലനിർത്താൻ കഴിയും. അങ്ങനെ വന്നാൽ അത് സമ്പന്ന ഗൾഫ് രാജ്യങ്ങളുടെ പുറത്തേക്കുള്ള എണ്ണയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും എന്നത് ഒരു വാസ്തവമായിരുന്നു. ഈ ഒരു സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരുപക്ഷെ 80കളിലും 90കളിലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ അവരുടെ രാജ്യങ്ങളിൽ വലിയ സാമ്പത്തിക നിക്ഷേപം നടത്തി അമേരിക്കയുടെ സൈനിക താവളങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ലോകത്തിൽ ഏറ്റവും അധികം ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന രാജ്യങ്ങളിൽ ഒന്ന് സൗദി അറേബ്യയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാൻ ത്രട്ടാണ്. 1979 വരെ ഇറാൻ, ഗൾഫ് രാജ്യങ്ങൾ, ഇസ്രായേൽ, അമേരിക്ക എല്ലാം ഒരു ശക്തികളായിട്ടാണ് പ്രവർത്തിച്ചത്. 79 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ അമേരിക്കൻ വിരുദ്ധ പക്ഷത്തിലേക്ക് പോയി. അതോടൊപ്പം അവര് ഇസ്ലാമിക വിപ്ലവം എക്സ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. IRGC എന്ന് പറയുന്നത് അത് ആഭ്യന്തരമായ തലത്തിൽ വിപ്ലവ ശിശുവിനെ സംരക്ഷിക്കുകയും വിപ്ലവ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ഗവൺമെന്റിനെ സുസ്ഥിരമാക്കി നിലനിർത്തുകയും ചെയ്യുന്നതിന് വേണ്ടി ആണ് IRGC പ്രവർത്തിക്കുന്നത്. IRGCയുടെ അൽ ഖുദ്സ് എന്ന് പറയുന്ന അവരുടെ അന്താരാഷ്ട്ര രംഗത്ത് പ്രവർത്തിക്കുന്ന അവരുടെ യൂണിറ്റുകൾ, ഖാസിം സുലൈമാനിയെ പോലെയുള്ള വളരെ ബുദ്ധിമാന്മാരും പ്രഗത്ഭരുമായിട്ടുള്ള മിലിറ്ററി ജീനിയസുകൾ ഈ IRGCയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അവരാണ് ഗൾഫിലെ മുസ്ലിം രാജ്യങ്ങളിൽ ഈ ഷിയാക്കളെയും ചില മേഖലയിൽ ഫലസ്തീനിലെ ഹമാസ്, പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള മുസ്ലിം ഗ്രൂപ്പുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് മിലീഷ്യകൾ ഉണ്ടാക്കുകയും അവ ഇറാന്റെ പ്രോക്സികളായി പ്രവർത്തിക്കുകയും ചെയ്തത്. അപ്പോൾ സാമ്പത്തിക ത്രെറ്റിനോടൊപ്പം ഒരു പൊളിറ്റിക്കൽ ത്രെറ്റ് കൂടി ഉണ്ടായ സാഹചര്യമാണ്. അപ്പൊ ഇതെല്ലാം ചേർത്തിട്ട് ആണ് അമേരിക്കയെ പോലെയുള്ള അധീശ ശക്തിക്ക് അവിടെ ആധിപത്യം ഉറപ്പിക്കുവാനും അവിടെ സൈനിക താവളങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായത്. ഇതിനെതിരായിട്ട് ഇറാനും ഇറാന്റെ പ്രോക്സികളും മുഖാമുഖം അണിനിരക്കുകയും ആ മേഖലയിലെ ഒരു ഡിസ്റപ്റ്റീവ് ഫോഴ്സ് ആയിട്ടുള്ള ഇസ്രായേൽ ഈ സാഹചര്യത്തെ ഫലപ്രദമായി മുതലെടുക്കുകയും ചെയ്യുന്നു എന്നുള്ള സാഹചര്യമാണ് അവിടെ ഉള്ളത്. അതിന്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡ് ഇതിവിടെ തീർന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു ഫലം എന്താണെന്ന് വെച്ചാൽ ഈ ഗൾഫ് മേഖല അവിടെയുള്ള രാജ്യങ്ങൾ എടുത്താൽ അവർക്ക് സ്വന്തം നിലയ്ക്ക് ഒരു നിലനിൽപ്പുണ്ടോ എന്നുള്ളത് സംശയമാണ്. അത് ബഹ്റൈൻ ആയാലും ഖത്തർ, കുവൈറ്റ്, ഒമാൻ, സൗദി അറേബ്യ, UAE അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഒരു ദേശീയ സൈന്യത്തിന് അവരുടെ ഭൂമിശാസ്ത്രപരമായ അതിരുകളോ പ്രസക്ട് ചെയ്യാനുള്ള ശേഷി ഇപ്പോഴുമില്ല. അതുകൊണ്ട് അവർ സൈനിക കുട ആവശ്യമാണ്.
അത് പ്രൊവൈഡ് ചെയ്യുന്നത് അമേരിക്കയാണ്. ഈ നിലവിൽ അവരുടെ ഏറ്റവും വലിയ ത്രെട്ട് ഇറാനാണ്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവും സൈനികവുമായ ത്രെട്ടിനെതിരെ അവർക്ക് അമേരിക്കയുടെ സംരക്ഷണം വേണം. അതുകൊണ്ടാണ് ഈ മെമ്മർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പുവെച്ചപ്പോൾ ഇസ്രായേലും ഗൾഫിലെ രാജ്യങ്ങൾ രഹസ്യമായും ഈ കരാറിനെ പിന്തുണച്ചില്ല എന്ന റിപ്പോർട്ടുകൾ വന്നത് ആ സാഹചര്യത്തിലാണ്. ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഈ യുദ്ധം കനപ്പിക്കാൻ പശ്ചിമേഷ്യയിലെ ഗൾഫ് മേഖലയിലെ സവിശേഷ സാഹചര്യത്തിനോടൊപ്പം രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, വരുന്ന നവംബറിൽ അമേരിക്കയിലെ മിഡ് ടേം ഇലക്ഷൻ വരുന്നു. അപ്പോൾ ഇറാൻ യുദ്ധത്തിൽ പരാജയപ്പെട്ട് മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പുവെച്ച് ട്രംപ് പിൻവാങ്ങി എന്ന നറേറ്റീവ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കനത്ത തോൽവിക്കായിരിക്കും കാരണമാകുക. അതുകൊണ്ട് ഇറാനെ മുട്ടുകുത്തിച്ച് ഒരു വിജയം നേടിയാൽ മാത്രമേ മിഡ് ടൈം ഇലക്ഷനിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ട്രംപിന് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വിജയിച്ച് മുന്നേറാൻ പറ്റുള്ളൂ. അതോടൊപ്പം ഒക്ടോബർ അവസാനമാകുമ്പോഴേക്കും ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ ഈ തീവ്ര സൈനിസ്റ്റുകൾ പിടിമുറുക്കിയ ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇറാനിലെ ഭരണമാറ്റം ഉണ്ടാക്കിയില്ല, അവരുടെ മിസൈൽ പദ്ധതി അവസാനിപ്പിച്ചില്ല, അവരുടെ ആണവ പദ്ധതി അവസാനിപ്പിച്ചില്ല. ഇങ്ങനെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാതെ ഇസ്രായേലിന് യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നത് അവിടുത്തെ നവനാസി സ്വഭാവം കാണിക്കുന്ന റേസിസ്റ്റ് സൈനിസ്റ്റ് ഗ്രൂപ്പിന് വലിയ തിരിച്ചടിയായി മാറും. ആ ഗ്രൂപ്പ് അതുകൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രചരണം നടത്തുകയും യുദ്ധ സന്നാഹങ്ങൾ കൂട്ടുകയും യുദ്ധം തുടരണം എന്നുള്ള ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ലിക്വിഡ് പാർട്ടിക്കും അവിടുത്തെ തീവ്ര സൈനിസ്റ്റുകൾക്കും ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ പിടിനിൽക്കാൻ ഒരു യുദ്ധം അനിവാര്യമാണ്. ഈ ഘടകങ്ങളെല്ലാം ചേർത്ത് മാരകമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന തലങ്ങളിലേക്ക് ആ യുദ്ധം വളരുകയാണ്. ഇതിനുള്ള പരിഹാരം എന്നത് ഇതൊരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുന്നു എന്നത് മനസ്സിലാക്കി ചൈനയും ഇന്ത്യയും റഷ്യയും അടങ്ങുന്ന ലോകത്തിലെ വൻശക്തി രാഷ്ട്രങ്ങളെല്ലാം ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും സമാധാന ചർച്ചകളും പീസ് പ്രോസസ്സും അതില് അമേരിക്കയും ഇറാനും മാത്രം ഉൾപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ആ ചർച്ചകൾക്ക് ഫലമുണ്ടാക്കാൻ സാധിക്കില്ല. ചുരുങ്ങിയ പക്ഷം സെക്യൂരിറ്റി കൗൺസിലിലെ 5% അംഗങ്ങൾ സ്ഥിരാംഗങ്ങളും അതുപോലെ യുണൈറ്റഡ് നേഷൻസും യൂറോപ്യൻ യൂണിയനും അടക്കമുള്ള അന്താരാഷ്ട്ര സംഘങ്ങളും കൂട്ടായ്മകളും പങ്കെടുക്കുന്ന ഒരു 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 കോൺഫറൻസ്, ഒരു സമാധാന പ്രക്രിയയ്ക്ക് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുള്ളൂ. ഇതിൽ ഈ റോൾ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തി ഇന്ത്യയാണ് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സർ, തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇതിൽ നിർണായകമായൊരു പങ്ക് വഹിക്കാനായി സാധിക്കും. അതുകൂടാതെ തന്നെ ഇരു രാജ്യങ്ങൾക്കും മാന്യമായ രീതിയിൽ ഒരു യുദ്ധ വിരാമം അത് കൽപ്പിക്കാനായി ഇന്ത്യക്കും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാവുന്നതാണ്. അത് അനുസരിച്ച് നീങ്ങാവുന്നതാണ്. അതിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് ഒരു മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ രാജ്യം മുന്നിലേക്ക് വരാത്തത്? തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇതില് ഏറ്റവും വലിയ പ്രത്യാഘാതം നേരിടുന്ന ഒരു രാജ്യം ഭാരതമാണല്ലോ. ചൈനയും ജപ്പാനും സൗത്ത് കൊറിയയും അടക്കമുള്ള ഏഷ്യയിലെ വൻശക്തി രാഷ്ട്രങ്ങൾ, വൻ സാമ്പത്തിക ശക്തികൾ, അവരാണ് ഏറ്റവും അധികം എണ്ണ ഗൾഫ് മേഖലയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്, ഇന്ത്യ അടക്കം. അവർക്കില്ലാത്തൊരു പ്രശ്നം ഇന്ത്യക്കുള്ളത് നമ്മുടെ 1 കോടിയോളം വരുന്ന പ്രവാസികളാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു ത്രെട്ട് കൂടി നമുക്കുണ്ട്. നമ്മുടെ എനർജി സെക്യൂരിറ്റിയെ ബാധിക്കുന്നതോടൊപ്പം അവിടെയുള്ള ഇന്ത്യൻ വംശജരുടെ ലൈഫ് ആൻഡ് സെക്യൂരിറ്റി, അവരുടെ ജീവനും സമ്പത്തിനും ഒക്കെ സുരക്ഷിതം നൽകുക എന്നുള്ളതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റിസ്ക് ആണ്. അപ്പൊ ഇത്തരം ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യ കുറച്ചുകൂടി പ്രൊആക്റ്റീവായി ഈ വിഷയത്തിൽ ഇടപെടും. അത് ഒരുപക്ഷെ ഇന്ത്യ, ചൈന, റഷ്യ കൂട്ടായ്മ ഒക്കെ ഒരു ഘട്ടത്തിൽ രൂപപ്പെടുന്ന റിക്ക് കൂട്ടായ്മ എന്ന് പറയും. ആ രൂപത്തിലുള്ള ഒരു ഹൈ ലെവൽ കോൺഫറൻസും ഒരുപക്ഷെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും സമാന്തരമായി ബ്രിക്സ് കൂട്ടായ്മയ്ക്കും റിക്ക് കൂട്ടായ്മയ്ക്കൊക്കെ ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കും. അപ്പോൾ ആ ദിശയിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് എൻഡിയവർ നടത്താനുള്ള ശേഷി നിലവിൽ ഇന്ത്യക്കാണുള്ളത്. അപ്പം അതിലേക്ക് പോവുകയല്ലാതെ മറ്റ് ആൾട്ടർനേറ്റീവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമേരിക്ക ഇറാനെ നിർണായകമായി പരാജയപ്പെടുത്തിയാൽ പോലും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമൂസ് കടലിടുക്ക് ഒരു ഒരു സ്വതന്ത്രമായി മാറാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇപ്പൊ യഥാർത്ഥത്തില് ചെങ്കടലിനെയും അതുപോലെ
ഗൾഫ് ഓഫ് ഏഡൻ അതിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അവിടുത്തെ ഒരു ഉൾപ്പെടലുണ്ട്. അത് ദി സ്ട്രെയ്റ്റ് ഓഫ് ഗ്രീഫ് എന്ന് അറിയപ്പെടുന്ന സ്ഥലം. അവിടെ ഹൂത്തികൾ നിർണായകമായ സ്വാധീനത്തിലേക്ക് വരികയാണ്. അതിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ഹൂത്തികൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന സാഹചര്യം വരും എന്ന് പറഞ്ഞാൽ ഒരു തീവ്ര സായുധ സംഘത്തിന് പോലും വേണമെങ്കിൽ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര കപ്പൽപാതകളെ, സാമ്പത്തികമായി വലിയ പ്രാധാന്യമുള്ള കപ്പൽപാതകളെ നിയന്ത്രിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇറാനെ നിർണായകമായി പരാജയപ്പെടുത്താൻ പോലും IRGCക്കോ അല്ലെങ്കിൽ ഇറാന്റെ പ്രൊക്സികൾക്കോ ഒക്കെ ഈ ഹോർമൂസ് മേഖലയിൽ കപ്പൽ ഗതാഗതത്തെ ഡിസ്റപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ആണ് ഒരു കോംപ്രിഹെൻസീവായ പീസ് പ്രോസസ് ഇവിടെ വേണം എന്ന് പറയാൻ കാരണം. അപ്പോൾ അതൊരു സമഗ്രമായ സ്റ്റേറ്റ് ആക്ടേഴ്സും നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും അടക്കം ഉൾപ്പെടുന്ന ഒരു കോംപ്രിഹെൻസീവ് പീസ് പ്ലാൻ ഇതിലുണ്ടാക്കണം. ഇത് ഗ്ലോബൽ സപ്ലൈ ചെയിനെ മൊത്തം ഡിസ്റപ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വളരാൻ സാധ്യതയുള്ള ഒരു സംഘർഷമാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു സംശയം എന്ന് പറയുന്നത്, ഇനി എങ്ങനെ ഇത് അവസാനിപ്പിക്കാൻ സാധിക്കും? പ്രത്യേകിച്ച് ട്രംപിന് ഇതെങ്ങനെ അറുതി വരുത്താനായി സാധിക്കും? മറുഭാഗത്ത് ഇപ്പോ ഇറാഖി ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആകട്ടെ $10 മില്യൺ ട്രംപിന്റെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നത്. സാധാരണ ജനങ്ങളെയും കുഞ്ഞുങ്ങളെയും തങ്ങളുടെ നേതാക്കളെയും ഒക്കെ കൊന്നൊടുക്കുന്ന ട്രംപിനെ കൊന്നൊടുക്കുക എന്നുള്ള ആഹ്വാനം അവർ നടത്തുന്നു. മറുഭാഗത്ത് ഇറാനും സമാനമായി ഇതിനുള്ള പ്രതികാരം ചോദിച്ചിരിക്കും, ആ രക്തത്തിനുള്ള മറുപടി പറയിച്ചിരിക്കും എന്നൊക്കെ പറയുകയാണ്. ട്രംപിന് എങ്ങനെ അവസാനിപ്പിക്കാൻ സാധിക്കും? ഏത് രീതിയിൽ ഇത് പരിഹരിക്കാൻ സാധിക്കും? അല്ല, താങ്കൾ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ആയത്തുള്ള അലി ഖംനയിനെ കൊലപ്പെടുത്തിയത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു രാഷ്ട്രത്തലവനെ കൊലപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പൊ നാളെ ട്രംപിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ഈ തീവ്രവാദ സംഘങ്ങൾ അദ്ദേഹത്തിന് തലയ്ക്ക് വിലയിട്ടിരിക്കുന്നു. പലതരത്തിലുള്ള എന്താ പറയാ അസാസിനേഷൻ, കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നേക്കാം. ഇപ്പോൾ US വളരെ സീനിയർ സെനറ്ററും ട്രംപിന്റെ ഏറ്റവും വലിയ പിന്തുണക്കാരനുമായിരുന്ന ഗ്രഹാം, അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു. വിഷമുള്ളിൽ നിന്നാണ് മരണപ്പെട്ടത്. റഷ്യയാണ് ഇറാനാണോ എന്നുള്ള ചർച്ചകൾ വരികയാണ്. ഏതായാലും അതൊരു കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ അമേരിക്കയിൽ തന്നെ ഇറാൻ പുറപ്പെടുവിച്ച ഒരു ഫത്വയുടെ അടിസ്ഥാനത്തിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് സൽമാൻ റുഷ്ദി ആക്രമിക്കപ്പെട്ടത്. താങ്കൾക്ക് അത് ഓർമ്മയുണ്ടാവും. സത്താനിക് വേഴ്സസ് എന്ന അദ്ദേഹത്തിന്റെ നോവലിന്റെ പേരിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി പുറപ്പെടുവിച്ച ഫത്വയുടെ പേരിലാണ് ഒരു ചെറുപ്പക്കാരൻ 22 വയസ്സായ ചെറുപ്പക്കാരൻ സൽമാൻ റുഷ്ദിയെ ആക്രമിക്കുന്നത്. അതുകൊണ്ട് ഇത് ഈ രൂപത്തിൽ ഈ രാഷ്ട്രത്തിന്റെ തലവന്മാരെ പോലും ഇങ്ങനെ അമേരിക്ക ബോംബിട്ട് കൊല്ലുന്നു, മറ്റ് തീവ്രവാദ സംഘങ്ങൾ ഇവരെ അസാസിനേറ്റ് ചെയ്യുന്നു. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ നടക്കുന്നത് ലോക സുരക്ഷിതത്വത്തെ മാരകമായി അപകടപ്പെടുത്തും. ഫെർഡിനാൻഡ് എന്ന് പറയുന്ന കീഴാവകാശിയെ കൊലപ്പെടുത്തിയതിന്റെ പേരിലാണ് വേൾഡ് വാർ ഫസ്റ്റ് ആരംഭിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഹിസ്റ്ററി ഉണ്ട്. വേൾഡ് വാർ ഫസ്റ്റ് ആ ഒരൊറ്റ അസാസിനേഷൻ പ്ലോട്ട്, അതിലെ ഫെർഡിനാൻഡും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുന്നു. അവിടെ നിന്നാണ് വേൾഡ് വാർ ഫസ്റ്റ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം അസാസിനേഷൻ, ഈ കൊലപ്പെടുത്തലുകൾ അത് ലോക യുദ്ധമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ കാര്യങ്ങൾ നീളുന്നുണ്ട്. അത് നടക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു പരിഹാരം എന്താ വെച്ചാൽ ഒരു മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം സംഘർഷത്തിന്റെ ഒരു ദിശ മാറിയിട്ടുണ്ട്. കാരണം ഫെബ്രുവരി 22 ആരംഭിച്ച സംഘർഷം ജൂൺ 7 അമേരിക്കയും ഇറാനും തമ്മിൽ എത്തിയിട്ടുള്ള നമ്പറോണ്ട് താൽക്കാലിക കരാർ MOU അത് പ്രകാരം താൽക്കാലിക സമാധാനം ഉണ്ടാകുകയും പിന്നീട് നീണ്ടു നിൽക്കുന്ന പീസ് പ്രോസസ്സിലേക്ക് പോകാനുമുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. അത് തകർന്നു. ഇനി ട്രംപിന്റെ വാക്കുകൾക്ക് ആരെ വില കൊടുക്കുക? അല്ലെ ട്രംപിന്റെ അഷുറൻസ് എന്ന് പറയുന്നത് ഒരു അഷുറൻസ് ആയി കണക്കാക്കാൻ ഇറാന് കഴിയുമോ? തീർച്ചയായിട്ടും കഴിയില്ല. അങ്ങനെ വരുമ്പോൾ മറ്റേതെങ്കിലും കൂട്ടായ്മകൾ വേണ്ടി വരും ഇതിലിടപെടാൻ. ട്രംപ് ഇനി നാളെ സമാധാനം പ്രഖ്യാപിച്ചാൽ പോലും ആ സമാധാനത്തിന് എന്തെങ്കിലും വിലയുണ്ടോ? ആ സമാധാനം നിലനിൽക്കും എന്ന് കരുതാൻ സാധിക്കുമോ? കാരണം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ കരാറുകൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഒരു കരാർ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഏകപക്ഷീയമായി അതിൻ്റെ അകത്തുനിന്ന് പിൻവാങ്ങുകയും വീണ്ടും യുദ്ധം തുടങ്ങുകയും ചെയ്യുന്ന ഒരു രീതിയല്ലേ. ട്രംപിനെ കുറിച്ച് പറയുന്നത് തന്നെ ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട് എന്നല്ലേ. ഇപ്പൊ തകർക്കുമെന്നൊക്കെ പറയും, നിർണായകത്വം വരുമ്പോഴേക്കും പിൻവാങ്ങും. ഞാൻ സമാധാനത്തിന്റെ പ്രവാചകനാണെന്ന് പറയും. സമാധാനം എന്നിട്ട് സമാധാന കരാറിൽ ഒപ്പിടും, വെടിനിർത്തൽ പ്രഖ്യാപിക്കും. വളരെ പെട്ടെന്ന് തന്നെ ദേ ആർ ബാഡ് പീപ്പിൾ,
അവരോട് ഇടപെടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തിരിച്ചു വീണ്ടും യുദ്ധം ആരംഭിക്കും. അതുകൊണ്ട് ഇതിന് ട്രംപ് ഒന്നുകിൽ ഏകപക്ഷീയമായി അദ്ദേഹത്തിന് മനമാറ്റം ഉണ്ടായി യുദ്ധം എല്ലാം അവസാനിപ്പിച്ച് ബോംബിംഗ് എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോകണം. അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്ലോബൽ കമ്മ്യൂണിറ്റി എന്ന സങ്കല്പമാണ്. അതിപ്പോൾ നിലനിൽക്കുന്നില്ല എങ്കിലും ആഗോള സമൂഹം എന്നുള്ള സങ്കല്പത്തെ ഈ ഒരു സംഘർഷാത്മകമായ സാഹചര്യത്തിലെങ്കിലും പ്രതിനിധിച്ചെടുക്കാൻ കഴിയണം. അതിനിപ്പോ ആര് പൂച്ചക്കാരും അണിഞ്ഞിട്ടുമെന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷെ ഇത്ര നിർണായക സന്ദർഭങ്ങളിലൊക്കെ പല ലോക നേതാക്കളും ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെയാണ് വിയന്ന സെറ്റിൽമെന്റ് ഉണ്ടായത്, ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടായത്, അതുപോലെ ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടായത്. സമാനമായ രൂപത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടാവേണ്ട വരും. ആ രൂപത്തിൽ ലോകക്രമത്തെ ഡിസ്റപ്റ്റ് ചെയ്യാൻ ട്രംപിനും അദ്ദേഹത്തിന്റെ നയത്തിനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ട്രംപിന് ഇതിനു മുന്നിൽ ഓപ്ഷൻസ് ഉണ്ടോയെന്ന് വെച്ചാൽ ട്രംപ് തുടങ്ങിയ യുദ്ധമാണ്. ട്രംപാണ് അത് സർക്കാരിലേക്ക് വിരാമം കൽപ്പിക്കുന്നതും മുന്നിൽ തുടങ്ങുന്നതും ഒക്കെ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ കാര്യത്തെ ഒരു കളിപ്പാവ എന്നൊക്കെ പറയേണ്ടി വരും. യുദ്ധത്തെ ഒരു കളിപ്പാവയെ പോലെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസിഡന്റ് ലോക ചരിത്രത്തിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പൊ അതുകൊണ്ട് ട്രംപിന് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം തന്നെയാണ് മൂലകാരണം. ഈസ് ദ റിയൽ റീസൺ. പിന്നെ എങ്ങനെയാണ്? അപ്പം അതുകൊണ്ട് ട്രംപ് തന്നെ കാരണമായതുകൊണ്ട് അദ്ദേഹത്തിന് കൊണ്ട് ഈ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആകെ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഗ്ലോബൽ കൺസെൻസസ് ഉണ്ടാവണം. ഗ്ലോബൽ കമ്മ്യൂണിറ്റി എന്ന സങ്കല്പം പ്രതിനിധീകരിക്കപ്പെടണം. ലോകത്ത് ഇപ്പോൾ തന്നെ ശക്തമായ ഒത്തിരി കൂട്ടായ്മകളുണ്ട്. ബ്രിക് ഉണ്ട്, ബ്രിക്സ് ഉണ്ട്, യൂറോപ്യൻ യൂണിയൻ ഉണ്ട്, ഇത്തരം അതുപോലെ വൻശക്തി രാഷ്ട്രങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്നൊരു കൂട്ടായ്മ ഇതിൽ രൂപപ്പെടുത്തിയില്ല എങ്കിൽ ഫലം ഒരുപക്ഷെ മൂന്നാം ലോക മഹായുദ്ധം ആയിരിക്കും എന്ന് തിരിച്ചറിയാനുള്ള ശേഷിയെങ്കിലും നമുക്കുണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.